സ്ഥാനം കിട്ടിയത്? അവന് 2ാം സ്ഥാനമല്ല 1ാം സ്ഥാനമാണ് ഞങ്ങളുടെ മനസ്സിൽ. പിന്നെ അവൻ അത്രമാത്രം കഷ്ടപ്പെട്ട് ഈ ഒരു ഫീൽഡിൽ വന്നപ്പം അവന് ജനങ്ങളുടെ പൂർണ്ണ സപ്പോർട്ട്, ഇത്രയും ജനങ്ങളുടെ ആരാധന ഇവിടെ വന്ന് പിന്നെ കാണും. പിന്നെ അവൻ്റെ വോട്ട് നില കണ്ടപ്പോൾ തന്നെ ഞങ്ങൾ തന്നെ അന്തം വിട്ടുപോയി. ഇവന് ഇത്രയും കഴിവും ഇത്രയും ആരാധകരുണ്ടെന്നുള്ള ഞങ്ങൾക്ക് അത്ര ഒരു ഇതായിപ്പോയി. അതാണ് ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ 1ാം സ്ഥാനം. അതാണ്. ഈ ലാലേട്ടന് കൂടെ ഒരു കുതിരപ്പവൻ ഫ്രെയിം പോലെ ഒരു ഇതും കൂടി കിട്ടിയാണ് ലാലേട്ടൻ്റെ പടത്തിൽ അഭിനയിക്കാൻ. അദ്ദേഹം എന്ന് പറയുന്നത് ഇവൻ്റെ ജീവനാണ്. അവൻ രാവിലെ ഉണർന്നു വരുന്നത് ലാലേട്ടൻ്റെ പിക്ചർ നോക്കിക്കൊണ്ട് തന്നെ അവൻ്റെ കാക്ക തന്നെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് കിടന്ന് കാണുന്ന രീതിയിൽ. അതാണ് അവന് ഏറ്റവും വലിയ സപ്പോർട്ട്. അദ്ദേഹത്തിൻ്റെ കൂടുതൽ അടുത്തേക്കാമോ ചേട്ടൻ ലാലേട്ടൻ്റെ കൂട്ടത്തിൽ ഒരു പടം ചെയ്യുക അല്ലെങ്കിൽ ലാലേട്ടൻ്റെ കൂട്ടത്തിൽ ഇരിക്കുക എന്ന് അതൊക്കെ തന്നെ അവന് ഏറ്റവും ഒരു വലിയൊരു ഗിഫ്റ്റാണ്. അതാണ് ഏറ്റവും ലാലേട്ടനെ ആയിട്ട് എത്രയും ബന്ധം വരിക അവൻ്റെ ചെറുപ്പം മുതലൊരു ആഗ്രഹമായിരുന്നു. അത് ഏതായാലും 100% അവനെ സാധിച്ചെടുത്തു. മുമ്പോട്ടുള്ള ജീവിതവും അങ്ങനെ തന്നെ ആകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഭയങ്കര സന്തോഷമാണ് അമ്മയുടെ മുഖത്ത് കാണുന്നത്. ഈ അർജുൻ പലപ്പോഴും എഴുതി വെക്കാറുണ്ടെന്നാണ് ബിഗ് ബോസ്. അപ്പൊ അത് ശരിക്കും 1, 2 കഴിഞ്ഞ് 3, 4 തൊട്ടാണ് ശരിക്കും ഞാനും അർജുനോടെയാണ് ബിഗ് ബോസ് ഇന്ന് കാണാറുണ്ട്. സ്ഥിരമായിട്ട് കാണും. തലേന്നും കാണും, പിറ്റേ ദിവസം അതിന്റെ ബാക്ക് ബോൺ എന്ന് പറയുന്നത്. അച്ഛൻ ജോലിക്ക് പോകും, ഞങ്ങൾ തമ്മിലെ കാര്യങ്ങൾ സംസാരിക്കുന്നത്. അച്ഛൻ ആഴ്ചയിൽ വരുള്ളൂ. അപ്പോൾ കാര്യങ്ങൾ ഞങ്ങൾ തമ്മിൽ സംസാരിക്കും. ഈ പലപ്പോഴും ഈ ലവ് ട്രാക്ക് വർക്ക് ചെയ്യുന്ന ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഈ ശ്രീതുമായിട്ട് ലവ് ട്രാക്ക് പറയുന്നത്. അപ്പൊ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചായിരുന്നോ ഇങ്ങനെ അത് വർക്കാവോ? അല്ലെങ്കിൽ ശരിക്കും ലവ് ട്രാക്ക് എന്ന് പറയാൻ പറ്റില്ല. അത് നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ടാണ്, നല്ലൊരു ഫ്രണ്ടാണ് ശ്രീതു. ഞങ്ങൾ ഫാമിലി റൗണ്ട് കയറിയപ്പോഴും ഞങ്ങൾ അങ്ങനെ മനസ്സിലാക്കിയത്. 100 ദിവസം കണ്ടപ്പോഴും ഞങ്ങൾ ശരിക്കും അങ്ങനെയാണ് മനസ്സിലാക്കിയേക്കുന്നത്. കാരണം അർജുന് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള സ്ഥിതിക്ക് ഒരാളുടെ ഷോൾഡർ എപ്പോഴും വേണം. അത് ശ്രീതു മാത്രമല്ല, ശ്രീതുമായിട്ടൊരു കോംബോ ജനങ്ങളാണ് അത് ഏറ്റെടുത്തേക്കുന്നത്. ഒരുപാട് ഇഷ്ടപ്പെട്ടത്. എന്തായാലും നിങ്ങൾ ആഗ്രഹിച്ചായിരുന്നു അങ്ങനെ ഒരു കോംബോ ഞങ്ങളുടെ കുടുംബത്തിലേക്ക്? നമുക്കങ്ങനെ ആഗ്രഹിക്കാനല്ലേ പറ്റുള്ളൂ. അപ്പൊ ആഗ്രഹമുണ്ട് എന്ന് പറയാൻ പറ്റില്ല. എന്തായാലും മോന്റെ ആഗ്രഹം എന്താണോ അത് തീർച്ചയായിട്ടും ആഗ്രഹം വേണ്ടേ. ശ്രീതു നല്ലൊരു കുട്ടിയാണ്, നല്ലൊരു ഫാമിലിയിൽ ജനിച്ച കുട്ടിയാണ്. ശ്രീതുവിൻ്റെ അമ്മ അതിനകത്ത് വന്നപ്പോഴും ശ്രീതുവിനെ ഒരുപാട് കെയർ ചെയ്തു. ഒരു അമ്മ പറയേണ്ട കാര്യങ്ങളാണ് മോളോട് പറഞ്ഞു കൊടുത്തേക്കുന്നത്. ഇത് ഞാനായാലും അങ്ങനെ അവരോട് സമയത്ത് ഉറങ്ങണം, സമയത്ത് എണീക്കണം, ഗെയിം കളിക്കണം, അതൊക്കെ അമ്മ നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ് പറഞ്ഞു കൊടുത്തത്. അർജുൻ്റെ അമ്മയ്ക്ക് ശ്രീതുവിനെ ഭയങ്കര ഇഷ്ടമാണ്. ഇഷ്ടമാണ് ശ്രീതു. നല്ല എനിക്ക് അതിനകത്തുള്ള എല്ലാ മത്സരത്തിലും ഇഷ്ടമാണ്. അതിനകത്ത് റസ്മിൻ, സിജോ, അങ്ങനെ കുറേ ആർട്ടിസ്റ്റുകൾ അർജുനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് പല കാര്യങ്ങളിലും. ഒരുപാട് സ്നേഹം കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. എനിക്ക് അവരൊക്കെ കാണണമെന്ന് ശരിക്കും പറഞ്ഞ ആഗ്രഹമുണ്ട്. പലപ്പോഴും ഈ ജാസ്മിന്റെ പേർക്കാണ് ഈ കണ്ടന്റ് മൊത്തം പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ ഈ അർജുന്റെ പലപ്പോഴും അർജുൻ അവിടെ ഉണ്ടെങ്കിൽ പോലും ജാസ്മിനെ ഫോക്കസ് ചെയ്ത് കണ്ടന്റ് പോയി. പക്ഷെ അപ്രതീക്ഷിതമായിട്ട് എല്ലാവരും ഞെട്ടിയത് ഇങ്ങനെ ഒരു ടെസ്റ്റാണ്. ഈ വിജയം വന്നപ്പോൾ ഒരു ടെസ്റ്റാണ്. അപ്പൊ ഈ ജാസ്മിൻ എന്താണ് സംഭവിച്ചതെന്നുള്ള അമ്മ ബിഗ് ബോസ് തുടക്കം മുതലേ ഈ കഴിഞ്ഞ സീസണൊക്കെ കാണുന്നതല്ലോ. ജാസ്മിന് ശരിക്കും ഒന്നും സംഭവിച്ചിട്ടില്ല. ജാസ്മിൻ നല്ലൊരു ഗെയിമറാണ്, ജെന്യുവനായിട്ട് ഇന്ന് കളിച്ചൊരു വ്യക്തിയാണ്. പിന്നെ എന്താ പറയണ്ടേ, അതൊരു ഓരോ ഭാഗ്യമാണ്. പാവം കുട്ടിയാ എന്നുവെച്ചാൽ ഞാൻ മനസ്സിലാക്കിയത്തോളം എനിക്കൊരു മോളുണ്ട്, ഞാനൊരു പെണ്ണാണ്. ഞാൻ ആ കുട്ടിയെ മനസ്സിലാക്കിയത് നല്ലൊരു കുട്ടിയാണ്. അവൾ നല്ല മനസ്സിൻ്റെ ഉടമയാണ്. കാരണം അവളും അർജുനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതിനകത്ത് ഫുഡ് എടുത്തു കൊടുക്കുന്ന കാര്യത്തിലും വെള്ളം എടുത്തു കൊടുക്കുന്നതിലും ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അർജുനെ വിളിച്ച് എപ്പോഴും കൂടെ ഉണ്ടാവും. വളരെ എന്നാ പറയുന്നത് സിൻസിയർ ആയിട്ടുള്ളൊരു കുട്ടി അവള്. അല്ലാതെ അതിനകത്തൊരു ഗെയിമിൻ്റെ ഭാഗമായിട്ട് നോക്കുവാണെങ്കിൽ അവൾ നന്നായിട്ട് ഗെയിം കളിച്ചു. പറയേണ്ട അടുത്ത് വാക്കുകൾ പറഞ്ഞിട്ടുണ്ട്. എന്താ പറയുക, അവൾ ഇത്രയും വന്നില്ലേ, ഒരു പെൺകുട്ടിയല്ലേ, അവള് ടോപ്പ് 3 വരെ വന്നിട്ടാണ് അവൾ ഔട്ടായത്. ഒരുപാട് സന്തോഷമുണ്ട്. അവളെ പറഞ്ഞിട്ടുണ്ടല്ലോ സൈബർ ബുള്ളിങ് എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ ഒക്കെ ശരിക്കും പറഞ്ഞാൽ വളച്ചൊടിക്കുന്ന കാര്യങ്ങളാണ്. ഗബ്രിയായിട്ടുള്ള കോമ്പോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നത്, അത് ശരിക്കും അത് ആ ബിഗ് ബോസ് ലൈവ് ഞാൻ 24/7 കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അത് നമ്മൾ കണ്ട് മനസ്സിലാക്കിയാൽ നല്ലൊരു ഫ്രണ്ടായിട്ടാണ് അവര്. പിന്നെ മനുഷ്യരല്ലേ ഈ എന്താ പറയുക, ഇത്രയും ചെറിയ പ്രായമുള്ള കുട്ടികള്. ജാസ്മിൻ പറഞ്ഞ അങ്ങനെയാ, മനുഷ്യനല്ലേ. അതെ, അത് പറഞ്ഞിട്ട് കാര്യമില്ല. സ്നേഹം കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ട് ആരും അവസാനമായിട്ട് 24 hours കാണുന്നു. നമുക്കിപ്പോ മകനായിരിക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടം. പക്ഷെ എന്നാലും അതിനകത്ത് ആരാണ് മികച്ചൊരു കളിക്കാരൻ നമുക്ക് തോന്നുന്നത്? അതെനിക്ക് ഒരാളെ എടുത്തു പറയാൻ പറ്റത്തില്ല. എല്ലാവരും ഒന്നിനൊന്ന് മികച്ചതായത് കൊണ്ടാണല്ലോ ബിഗ് ബോസിലേക്ക് വന്നത്. അപ്പൊ ആരാണ് മോശം നമുക്ക് അതിനകത്ത് എടുത്തു പറയാൻ പറ്റില്ല. എല്ലാവരും നല്ല
എല്ലാ മത്സരാർത്ഥികളും നല്ല ഒറ്റ പേര് ഇല്ല, ഒറ്റ പേര് പറയില്ല, ഒറ്റ പേര് പറയാൻ പാടില്ല. നമുക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല. എല്ലാവരും നല്ല മത്സരാർത്ഥികളാണ്, അതുകൊണ്ട് അങ്ങനെ പറയാൻ പറ്റത്തില്ല. ഒരു കുടുംബമാണ്, ഒരു കുടുംബമാണ്. അവരിനിയും വെളിയിലിറങ്ങി വരുമ്പോൾ ഒരു എന്താ പറയുക, വീണ്ടും കണ്ടുമുട്ടാനുള്ളവരാണ്. ഓക്കെ ഓക്കെ, താങ്ക് യു.